ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് പുറത്ത് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ചേട്ടായുടെ സ്ഥലം ചോദിച്ചപ്പോൾ ചേട്ടായി പറഞ്ഞു, എടി നീ പത്തനംതിട്ടയിലെ ബാംഗ്ലൂർ റോഡ് കണ്ടിട്ടുണ്ടോ? അവിടെ കാണാൻ നല്ല ഭംഗിയാണ്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിറങ്ങി ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ്. നല്ലൊരു പാലവും പുഴയൊക്കെ കണ്ടു. അപ്പോൾ അവിടെ നിർത്തി ഒരു ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ പോവാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പത്തനംതിട്ടയിലെ ബാംഗ്ലൂർ റോഡ്? എവിടാന്നല്ലേ ഇത്? ഇവിടേക്ക് പോകാൻ രണ്ട് വഴിയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ ഭാഗത്തു നിന്ന് വരുന്നെങ്കിൽ കോഴഞ്ചേരി റോഡിൽ ആറാട്ടുപുഴ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കും സെൻറ് തോമസ് ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് റൈറ്റ് തിരിഞ്ഞ് അവിടെ ഒരു ബോർഡുണ്ട്, കുറച്ച് മട്ടം ബോർഡ്. അവിടെ നിന്ന് 1/2 കിലോമീറ്റർ പോയാൽ വലത്തുവശത്ത് ഒരു കാണിക്കുമുണ്ടാവും. അവിടെ റൈറ്റ് തിരിഞ്ഞാലാണ് ഈ ബാംഗ്ലൂർ റോഡ്. ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ റോഡ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും 4 മണിക്കാറ്റാണ്, പക്ഷെ 4 മണിക്കാറ്റിനെക്കാട്ടിലൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. വണ്ടികളുടെയൊക്കെ സൗണ്ടൊന്നും ഇല്ലാതെ നല്ല നിശബ്ദമായിട്ട് നല്ല അടിപൊളി കാറ്റ്, കാം ആൻഡ് ക്വയറ്റ് സ്ഥലം, അടിപൊളിയാണ് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ റോഡ്. കണ്ട, ഐ ലവ് ബാംഗ്ലൂർ റോഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല നീറ്റാണ് സംഭവം. അതുപോലെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്ന സ്ഥലമാണിത്. ഫോട്ടോഷൂട്ടിനായിട്ടും വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും എല്ലായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കല്ലും മരം കണ്ടപ്പോൾ ചാടി മരത്തിൽ കയറുന്നത് ഭയങ്കര വഴുക്ക്. പിള്ളേർക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ, കുഞ്ഞു മരം, പക്ഷെ നല്ല വണ്ണമുണ്ട്, കയറി നിൽക്കാൻ പറ്റും. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഊഞ്ഞാലൊക്കെ ഉണ്ട്, എൻ്റർടൈൻമെൻറ്റിന് ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ചായക്കട അവിടെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല വൈബാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോഷൂട്ടിനാണ് വരുന്നത്. അതുപോലെ കുറച്ച് നേരമൊക്കെ ഇരിക്കാനും മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും പറ്റിയ സ്ഥലം. റോഡിന് നോക്കുമ്പോഴത്തേക്കും 2 സൈഡിലും ഏക്കർ കണക്കിന് നെൽപ്പാടം. കാണാൻ നല്ല ഭംഗിയാണ് ഈ സമയത്ത് കേട്ടോ. റോഡിലൊക്കെ നടന്ന് കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമുക്കിനി കണ്ടത്തിലോട്ട് ഇറങ്ങാം. അങ്ങ് ഒത്തിരി ദൂരം അകത്തോട്ട് വരെ നടക്കാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിലോട്ട് ഇറങ്ങി പോവുകയാണ് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ, കാണാനായിട്ട്. അല്ല ധൃതി വെച്ച് ഓടുക. അപ്പുറത്തെ സൈഡിൽ വെള്ളമെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞാൻ. കണ്ടോ, അടിപൊളി സ്ഥലം. ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം ഞാനിത് മുന്നേ കണ്ടിട്ടില്ല. ഇത്രയും വിശാലമായിട്ടുള്ള നെൽപ്പാടം കണ്ടോ, സൂപ്പർ അല്ലേ? ഇറങ്ങി അങ്ങ് അകത്ത് വരെ നടന്നു പോവാം. സൺസെറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഫോട്ടോഷൂട്ട് എടുക്കാൻ നല്ല രസമാണ്, അടിപൊളിയാണ് കേട്ടോ. 360 ഡിഗ്രി ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നവർക്ക് അടിപൊളി സ്ഥലമാണ്, നല്ല വൈബ് നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ കാഴ്ച എന്ന് പറയുന്നത് 4 മണിക്കൊക്കെ വരുമ്പോഴത്തേക്ക് സൂര്യാസ്തമയവും ആ മഞ്ഞുവെട്ടം ഈ നെൽക്കതിരിൽ വന്ന് പതിച്ചിട്ട് തിരിച്ചു വരുമ്പം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കണ്ണിനും മനസ്സിനും കുളിർമയേകി നല്ലൊരു ഫീലാണ് ഇവിടെ. ചുറ്റിനും പാടമാണ്, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അവിടെ വന്നാലേ ആ ഒരു ഫീൽ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ ചേട്ടയോട് പറയാതെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇവിടെ തിരിച്ചു വരണം. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്, 4 മണിക്ക് വരാനായിട്ട് പറ്റിയ സ്ഥലം. അതിമനോഹരമായിട്ടുള്ള ഈ സ്ഥലം കാണാൻ വരുന്നതിന് രണ്ടാമതൊരു വഴിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്ന് പറയുന്നത് നമ്മുടെ ആറന്മുള ചെങ്ങന്നൂർ റൂട്ടിൽ സത്രക്കടവ് കഴിഞ്ഞിട്ട് ഒരു പാലമുണ്ട്. അത് കയറി ഇറങ്ങി ലെഫ്റ്റ് തിരിഞ്ഞ് അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ പോയാൽ കുറിച്ചുമുട്ടം വരും. അതൊരു 4 മൂട് ജംഗ്ഷനാണ്. അതിൻ്റെ തൊട്ടു പുറകിലായിട്ടൊരു വഴിയുണ്ട്. അവിടെ നിന്ന് റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ബാംഗ്ലൂർ റോഡിലെത്താൻ പറ്റും.
ഈ ബാംഗ്ലൂർ റോഡിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്കും നീർവിളാകം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് തൊട്ട് അവിടം വരെ കണ്ടമാണ്. ആ നീർവിളാകത്തിന് പോകുന്ന ആ വഴിയിലും ഇതുപോലെ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇരിക്കാനൊക്കെ സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു നമ്മുടെ അയ്യപ്പൻ്റെ ടെമ്പിൾ ഉണ്ട്, വലിയ അമ്പലമാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അടുത്ത് വലിയൊരു കുളവും ആൽമരവും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നവർക്ക് വൈകിട്ട് അമ്പലത്തിലൊക്കെ തൊഴണമെന്നുണ്ടെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴാവുന്നതൊക്കെയാണ്. അപ്പം നമ്മുടെ പത്തനംതിട്ടയിലെ ഈ ബാംഗ്ലൂർ റോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. മറക്കാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം. താങ്ക്